പലയിടങ്ങളിലായി കാണപ്പെടുന്ന മൃതദേഹങ്ങൾ. കണ്ടെത്തിയ മൃതശരീരത്തിൽ അതിക്രൂരമാം വിധം ഏൽപ്പിച്ച ഒന്നിലേറെ മുറിവുകൾ. ഏത് ആയുധം കൊണ്ടുണ്ടാക്കി എന്ന് ഒരു സൂചനയും ഇല്ലാത്ത വിധമുള്ള വിചിത്രമായ മറ്റൊരു മുറിവും. ഈ ദാരുണ സംഭവങ്ങൾക്ക് പിന്നാലെ ബൃന്ദ എന്ന എസ്ഐയും സംഘവും നടത്തുന്ന അത്യന്തം സാഹസികമായ അന്വേഷണമാണ് ബൃന്ദ എന്ന വെബ് സീരീസിന്റെ കഥയും പശ്ചാത്തലവും. ഇന്ന് നമ്മൾ വിശകലനം ചെയ്യുന്നത് സൗത്ത് ഇന്ത്യൻ താരസുന്ദരി തൃഷയും ആനന്ദ് സ്വാമിയും മലയാളത്തിൽ നിന്ന് ഇന്ദ്രജിത്ത് സുകുമാരനും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് സോണി ലിവിലൂടെ റിലീസായ ബൃന്ദ എന്ന വെബ് സീരീസിനെ കുറിച്ചാണ്. കഥയുടെ ആരംഭത്തിൽ കാണിക്കുന്നത് ഒരു തടാകത്തിന്റെ അരികിൽ നിന്നും ഒരു ഡെഡ് ബോഡി ലഭിക്കുന്നു. വിവരമറിഞ്ഞ് ആ ഭാഗത്തേക്ക് നമ്മുടെ കഥാനായക ബൃന്ദയും അവരുടെ ടീമും എത്തുന്നു. ഈ സീരീസിലെ ടൈറ്റിൽ കഥാപാത്രം സബ് ഇൻസ്പെക്ടർ ബൃന്ദയാണ് തൃഷ അവതരിപ്പിക്കുന്നത്. ബോഡി സൂക്ഷ്മമായി പരിശോധിക്കുന്ന ബൃന്ദയ്ക്ക് പ്രത്യക്ഷത്തിൽ അതൊരു ആത്മഹത്യയാണെന്ന് തോന്നിപ്പിക്കുമെങ്കിലും അത് ആത്മഹത്യയല്ല, അത് ബ്രൂട്ടലായ ഒരു കൊലപാതകമാണ് എന്ന നിഗമനത്തിൽ എത്തുവാൻ കഴിയുന്നു. പിന്നീട് ഈ കേസിനെ ചുറ്റിപ്പറ്റി ബൃന്ദയും അവരുടെ സഹപ്രവർത്തകരും നടത്തുന്ന അന്വേഷണം പുരോഗമിക്കുമ്പോൾ കാണുന്ന ത്രില്ലടിപ്പിക്കുന്ന കാഴ്ചകളുടെ പരമ്പരയാണ് ബൃന്ദ എന്ന വെബ് സീരീസ് പ്രേക്ഷകൻ നൽകുന്നത്. എത്രയോ സിനിമകളിലും വെബ് സീരീസുകളിലും ഇതിനോടകം സീരിയൽ കില്ലിംഗ് പശ്ചാത്തലമായ കഥകളും അതിനെ ചുറ്റിപ്പറ്റിയുള്ള അന്വേഷണങ്ങളും നമ്മൾ കണ്ടുകഴിഞ്ഞു. ഈ ജോണറിൽ ലോകത്തിൽ വിവിധ ഭാഷകളിലായി നിരവധി സിനിമകളും വെബ് സീരീസുകളും ഇപ്പോഴും റിലീസായിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ള കഥകളുമായി വീണ്ടും പ്രേക്ഷകരുടെ മുന്നിലേക്കെത്തുമ്പോൾ അവരിൽ ഒരു പുതുമ ഫീൽ ചെയ്യിക്കുക എന്നത് അത്ര എളുപ്പം സാധിക്കുന്ന കാര്യമല്ല. ഇതിൽ സിനിമയിലാണെങ്കിൽ കഥാഗതിയുടെ ഒരു പ്രത്യേക ഘട്ടത്തിലെത്തുമ്പോൾ ഒരു ട്വിസ്റ്റ് കൊണ്ടുവന്നാൽ മതി. പക്ഷേ വെബ് സീരീസിലാകുമ്പോൾ ആ പരീക്ഷണം വിജയിക്കണമെന്നില്ല. വെബ് സീരീസിൽ ഓരോ എപ്പിസോഡ് അവസാനിക്കുമ്പോഴും പ്രേക്ഷകൻ അടുത്ത ഭാഗം കാണാനുള്ള ആകാംക്ഷ നിലനിർത്താനുള്ള കഥാസന്ദർഭം ബാക്കിവെക്കണം. ആ വെല്ലുവിളി മറികടക്കുമ്പോൾ മാത്രമാണ് ഒരു ത്രില്ലർ വെബ് സീരീസ് വിജയിച്ചെന്ന് പറയാനാവുക. അങ്ങനെ നോക്കുമ്പോൾ സൂര്യ മനോജ് വാംഗല തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത് സോണി ലിവിൽ പ്രദർശനത്തിനെത്തിയ ബൃന്ദ ഒരു സമ്പൂർണ്ണ വിജയം തന്നെയാണെന്ന് പറയാൻ കഴിയും. കഥ ആവശ്യപ്പെടുന്ന സന്ദർഭങ്ങളിൽ വേഗം കൈവരിക്കുകയും ത്രില്ലടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് എന്നതാണ് ബൃന്ദയുടെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ്. ഇതിനൊപ്പം അഭിനേതാക്കളുടെ മികച്ച പ്രകടനം കൂടി ചേരുമ്പോൾ മറക്കാനാവാത്ത അനുഭവമാകുന്നുണ്ട് ഈ പാനിന്ത്യൻ വെബ് സീരീസ്. വളരെ കുറഞ്ഞ കഥാപാത്രങ്ങളിലൂടെയാണ് സീരീസിന്റെ കഥ പുരോഗമിക്കുന്നത്. ബൃന്ദ, ആനന്ദ്, താക്കൂർ, സാരഥി, രഘുറാം, ചുക്കി എന്നിവരാണ് ഇതിലെ പ്രധാനപ്പെട്ട 6 കഥാപാത്രങ്ങൾ. ഇതിൽ ബൃന്ദയുടെ ജീവിതം എങ്ങനെ ഇവരുമായി ബന്ധിക്കപ്പെട്ടിരിക്കുന്നു എന്നതും കാണിക്കുന്നുണ്ട്. കുറ്റാന്വേഷണത്തിന്റെ ട്രാക്കിലൂടെ പോകുമ്പോഴും അതിന് സമാന്തരമായി മറ്റു ചില ഉപകഥകൾ കൂടി സീരീസ് പറയുന്നുണ്ട്. പക്ഷേ സീരീസിന്റെ മൊത്തത്തിലുള്ള കഥാ ഒഴുക്കിന്റെ രസം കൊല്ലുന്നുമില്ല. സാരഥി, ചുക്കി, താക്കൂർ എന്നിവരുടെ പശ്ചാത്തലം അവതരിപ്പിച്ചിരിക്കുന്നത് തന്നെ അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഈ കഥാപാത്രങ്ങളുമായി ബൃന്ദയുടെ ഇടപെടലുകളുടെ കഥയും മനസ്സിൽ തൊടുന്നതാണ്. കേസ് അന്വേഷണത്തിനു പുറമെ ഒരു സ്ത്രീക്ക് അവളുടെ ജോലിസ്ഥലത്ത് എന്തെല്ലാം തരത്തിലുള്ള വെല്ലുവിളികൾ നേരിടേണ്ടി വരുന്നു എന്നും ബൃന്ദ പറഞ്ഞുവയ്ക്കുന്നുണ്ട്. കേസന്വേഷണമെല്ലാം പുരുഷ പോലീസുകാരുടെ പണിയാണെന്നും വനിതാ SI സ്റ്റേഷനിലിരുന്ന് ജോലി നോക്കിയാൽ മതിയെന്നുമുള്ള തരത്തിലുള്ള അവഗണനയും അടിച്ചമർത്തലും പുരുഷ മേധാവിത്വവും പോലീസ് ഓഫീസറായിരുന്നിട്ട് പോലും ബൃന്ദയ്ക്കും നേരിടേണ്ടി വരുന്നുണ്ട്. അതിനെ ബൃന്ദ എങ്ങനെ മറികടക്കുന്നു എന്നതാണ് കഥയിലെ മറ്റൊരു ഹൈലൈറ്റ്. സ്ഥിരം കുറ്റാന്വേഷണ കഥകളിൽ കാണുന്നതുപോലെ വലിയ ട്വിസ്റ്റായി പ്രധാന വില്ലനെ കാണിക്കുകയല്ല ബൃന്ദയിൽ ചെയ്തിരിക്കുന്നത്. വില്ലൻ ആരെന്ന് ഒരു പ്രത്യേക ഘട്ടമെത്തുമ്പോൾ കാണിക്കുകയും അവരിലേക്ക് ബൃന്ദ എങ്ങനെ എത്തുന്നു എന്നുമാണ് സീരീസ് പറയുന്നത്. കുറ്റവാളിക്ക് ആ കുറ്റകൃത്യങ്ങൾ ചെയ്യാനുള്ള പ്രേരണ എന്താണ് എന്നതാണ് ബൃന്ദയെ ഉൾക്കിടിലമുണ്ടാക്കുന്ന അനുഭവമാക്കി മാറ്റുന്നത്. താരങ്ങളുടെ പ്രകടനങ്ങളിലേക്ക് വന്നാൽ ബൃന്ദയായെത്തിയ തൃഷ തന്റെ കരിയറിൽ ഇതുവരെ ചെയ്യാത്ത വേഷമാണ് ചെയ്തെന്ന് നിസ്സംശയം പറയാം. 8 എപ്പിസോഡുകളുള്ള സീരീസിനെ മുന്നിൽ നിന്ന് നയിക്കുകയാണ് തൃഷ. ബൃന്ദയുടെ വേദനകളും വീറും വാശിയും നിരാശയുമെല്ലാം തൃഷ ഭംഗിയാക്കിയിട്ടുണ്ട്. എടുത്തുപറയേണ്ട മറ്റൊരാൾ ആനന്ദ് എന്ന കഥാപാത്രമായി എത്തിയ മലയാളി താരം ഇന്ദ്രജിത്ത് സുകുമാരനാണ്. ഈ കഥാപാത്രത്തെ ഇതിലേറെ ഭംഗിയായി വേറൊരു നടനും ചെയ്യാനാവില്ല എന്ന് ഉറപ്പിക്കും വിധമായിരുന്നു അദ്ദേഹത്തിന്റെ പകർന്നാട്ടം. മലയാളത്തിൽ ഇതുവരെ ചെയ്യാത്ത വേഷമാണ് തെലുങ്കിൽ അദ്ദേഹം പോയി ചെയ്തിരിക്കുന്നത് എന്നത് കൈയടിക്കേണ്ട സംഗതിയാണ്. താക്കൂർ എന്ന കഥാപാത്രമായി എത്തിയ ആനന്ദ് സ്വാമിയുടെ പ്രകടനവും അതിഗംഭീരമാണ്. സാരഥിയായി എത്തിയ രവീന്ദ്ര വിജയ്, രഘുറാം എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ജയപ്രകാശ് എന്നിവരും കണ്ടുതീർത്താലും മനസ്സിൽ നിലനിൽക്കുന്ന കഥാപാത്രങ്ങളെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. എണ്ണമറ്റ ത്രില്ലർ സീരീസുകളുടെ കൂട്ടത്തിലേക്കുള്ള പുതിയ എൻട്രിയാണ് തൃഷയുടെ ബൃന്ദ. പ്രമേയത്തിലെ വ്യത്യസ്തതയും അവതരണത്തിലും തിരക്കഥയിലുമുള്ള മികവും താരങ്ങളുടെ ഗംഭീര പ്രകടനവും ഒരുപോലെ ഒത്തിണങ്ങിയ സസ്പെൻസ് ത്രില്ലർ കാണണമെങ്കിൽ ബൃന്ദ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. ബൃന്ദ നിങ്ങൾ കണ്ടുവെങ്കിൽ നിങ്ങളുടെ അഭിപ്രായവും ഈ വീഡിയോയെക്കുറിച്ചുള്ള വിലയിരുത്തലും ദയവായി കമന്റ് ചെയ്യുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണമെന്നും അപേക്ഷിക്കുന്നു. സിനിമാ ലോകത്ത് നിന്നുള്ള കൂടുതൽ വാർത്തകൾക്കും സ്റ്റോറികൾക്കും മറ്റു വിശേഷങ്ങൾക്കും നിങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് പരിഗണിക്കാവുന്നതാണ്. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.